കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. തീത്തോസിന്റെ ലേഖനത്തിൽ പറഞ്ഞ വാക്യം കൂടെ 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിക്കും. യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും പ്രായമുള്ള അമ്മച്ചിമാരെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് അതിന്റെ സുഖവും ദുഃഖവും അറിഞ്ഞ് അതിന്റെ വേദനകളും സന്തോഷവും അറിഞ്ഞ് ഉത്തരവാദിത്വങ്ങൾ ചെയ്ത് വളർന്നു വന്ന മാതാക്കളെ തീത്തോസ് പറയുകയാണ്, നിങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ വീട്ടിലെ യൗവനക്കാരത്തികളെ എന്ത് പഠിപ്പിക്കണം? ഭർത്തൃപ്രിയമാരാക്കണം, ഭർത്താവിനെ അനുസരിക്കുന്നവരാക്കണം, ഭർത്താവിനെ കീഴടങ്ങുന്നവർ ആക്കി അവരെ ഉപദേശിക്കണം. പണ്ട് ഒരു രസകരമായ സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സഹോദരിയുടെ മരണാനന്തരമുള്ള ഫ്യൂണറൽ സർവീസ് കഴിഞ്ഞ് കുഴിയെടുത്ത് അതിൽ വെച്ച് മണ്ണിട്ട് കഴിഞ്ഞപ്പോ ഒരു വലിയ മിന്നലും ഇടിയും ഉണ്ടായിക്കൊണ്ടു. അടുത്ത് നിന്ന ഭർത്താവ് ഇപ്രകാരം പറഞ്ഞെന്ന് നിശ്ചയമായിട്ടും അവൾ അങ്ങെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തന്റെ കൂടെ ജീവിച്ച കാലമൊക്കെയും മിന്നലിന്റെയും ഇടിയുടെയും അനുഭവമായിരുന്നു ഭവനത്തിൽ. അപ്പൊ മരണശേഷം മണ്ണിട്ട് കഴിഞ്ഞപ്പോൾ ആകാശത്തിൽ മിന്നലും ഇടിയും ഉണ്ടായപ്പോൾ ഭർത്താവ് പറയുകയാണ്, നിശ്ചയമായിട്ടും അവൾ അവിടെ തന്നെ ചെന്നിട്ടുണ്ട്. കീഴ്പ്പെടാതെ, അനുസരിക്കാതെ, എപ്പോഴും വഴക്കുണ്ടാക്കി ഭവനത്തിന്റെ സമാധാനം കെടുത്തി പാർക്കുന്ന ഭാര്യമാർ അവർ ഭവനത്തിന് ഒരു നരകമായിരിക്കും. ഭവന അന്തരീക്ഷത്തെ ഒരു നരകമാക്കി തീർക്കാൻ അവർക്ക് സാധിക്കും. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ശ്രദ്ധിച്ച് പഠിച്ചാൽ ഇറ്റ്സ് വെരി ക്ലിയർ. പൗലോസ് പറയുന്നുണ്ട്, ഭാര്യ ആർക്ക് കീഴടങ്ങിയിരിക്കണം? ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. അവരുടെ ലീഡർഷിപ്പിൽ, അവരുടെ ഗൈഡൻസിൽ. ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കാത്ത ഭാര്യമാരുള്ളത് മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല എന്നുള്ളതിൽ ഒട്ടും അതിശയിക്കേണ്ട കാര്യമില്ല. കാരണം ചെറുപ്രായം മുതൽ ഭവനത്തിലെ നരകം കണ്ടുവരുന്നത് കൊണ്ട് അവരുടെ മനസ്സിൽ പോലും ചിന്ത വന്നിരിക്കുന്നത് ഭവനമെന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണമെന്നുള്ളതാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പിതാവിനെ അടിക്കാനായിട്ട് വടിവെട്ടാൻ പോയ കൊച്ചനെ പറ്റി. ഭവനത്തിലേക്ക് ചെന്ന പാസ്റ്റർ കണ്ടത് കൊച്ചൻ നന്നായിട്ട് വടിയൊക്കെ വെട്ടി ശരിയാക്കുന്നു, മിനുസപ്പെടുത്തുന്നു. അവനോട് ചോദിച്ചത് എന്തിനാണ്? അവൻ പറഞ്ഞു, സൂക്ഷിച്ചു വെക്കാനാ. എന്റെ ഡാഡി വളരുമ്പോ, ഞാൻ വളരുമ്പോ, എന്റെ ഡാഡി പ്രായമാകുമ്പോ പുള്ളിക്കിട്ട് 2 കൊടുക്കാനാണ്. കാരണം ഡാഡി വീട്ടിൽ ചെയ്യുന്നത്, പ്രായമായ അപ്പനോട് ചെയ്യുന്നത്, പ്രായമായ അമ്മയോട് ചെയ്യുന്നത് കണ്ട് മനമെടുത്ത കൊച്ചൻ അവൻ ഇപ്പോൾ ആരോഗ്യമില്ലാത്ത സമയത്തെ അവൻ കരുതിക്കൂട്ടി വെക്കുകയാണ്. അവൻ ആരോഗ്യം വരുമ്പോൾ ഈ ചെയ്യുന്ന അപ്പനിട്ട് 2 എണ്ണം കൊടുക്കാൻ. അപ്പോൾ ഭാര്യ ഭർത്താവിനെ അനുസരിക്കാത്ത, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാത്ത ഏത് കുടുംബവും നരകത്തിന്റെ ഒരു അവസ്ഥയായിരിക്കും. ഞാൻ ഇന്നലെ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വം
ലീഡർഷിപ്പ്, ഹെഡ്ഷിപ്പ്. അത് ഞാൻ വ്യാഖ്യാനിക്കുകയായി. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം പറയുന്ന ഒരു വേർഡുണ്ട്. അതാണ് നമ്മൾ ഈ വാക്യങ്ങളെല്ലാം വായിച്ചത്, സബ്മിഷൻ. നിങ്ങൾ ഭർത്താക്കന്മാർക്ക് എന്തായിരിക്കണം? കീഴടങ്ങിയിരിക്കണം. സബ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വാക്കാണ് പലപ്പോഴും ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നത്. കീഴടങ്ങിയിരിക്കുക, ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം എന്നുള്ളത് കുടിയന്റെ വീട്ടിൽ പോലും കുടിച്ച് പേഞ്ഞു വരുന്ന, അടിച്ച് ശരിപ്പെടുത്തുന്ന ഭർത്താവ് പോലും ഡിമാൻഡ് ചെയ്യുന്നത് എന്താ? അവൻ മുതുകത്തിട്ട് ഇടിക്കുമ്പോഴും കീഴടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇടി കൊണ്ടോണം. അതൊന്നുമല്ല വേദപുസ്തകം പറയുന്നത്. വേദപുസ്തകം പറയുന്ന സബ്മിഷൻ ഡിഫറന്റ് ആണ്. ഒരിക്കലും സബ്മിഷൻ ഡസ് നോട്ട് മീൻ സർവിറ്റ്യൂഡ്. സബ്മിഷൻ ഒരിക്കലും ഒരു സ്ലേവറി അല്ല. സബ്മിഷൻ എന്ന് പറയുന്നത് ഹസ്ബൻഡ് വീടിന്റെ ഹെഡ് ആയിരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. പുരുഷൻ ആ ഭവനത്തിന്റെ നാഥനായിരിക്കാൻ, ആ ഭവനത്തിന്റെ ഹെഡ് ആയിരിക്കാൻ, തലയായിരിക്കാൻ എന്ത് ചെയ്യണം? ഭാര്യ അനുവദിക്കണം. അനുവദിക്കാത്രത്തോളം കാലം അല്പം ബുദ്ധിമുട്ടാണ്. സാധാരണ കല്യാണ പ്രസംഗങ്ങളിൽ നമ്മൾ കേൾക്കാറുള്ളത് പോലെ ഭാര്യമാരെ കീഴടക്കാൻ വലിയ പ്രയാസമാണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ദൈവദാസൻ പറഞ്ഞത്, ഭാര്യമാരെ എടുത്തിരിക്കുന്നത്, സ്ത്രീയെ എടുത്തിരിക്കുന്നത് വാരിയലിൽ നിന്നാണ്. വാരിയലിൽ നിന്നായതുകൊണ്ട് വളയ്ക്കാൻ പറ്റത്തില്ല. വളയ്ക്കാൻ ശ്രമിച്ചാൽ ഒടിഞ്ഞു പോകും. അപ്പൊ അതൊരു ഒരു പരിധി വരെ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ വളയ്ക്കാനും കീഴടക്കാനും ഒന്നും പറ്റുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിച്ചു പോകുന്ന ഒരു കാലമായതുകൊണ്ട് മിക്കവാറും ഒക്കെ ആരോഗ്യമൊക്കെ സെയിം ആയിരിക്കും, ബലം ഒക്കെ ഏകദേശം ഒക്കെ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കീഴടക്കൽ പരിപാടികൾ ഒന്നും പറ്റത്തില്ല. തീരെ അറിവില്ലാതെ ഏതെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ വളർന്ന് എന്തുവായി പോട്ടെന്ന് പറഞ്ഞു വരുന്ന സഹോദരിമാരെ അല്ലാതെ മറ്റ് സഹോദരിമാരെ ഒന്നും അടിച്ചു പിടിച്ചും ഒക്കെ കീഴടക്കുന്ന കാലം കഴിഞ്ഞുപോയി. അതിന് നടക്കുന്ന കാര്യമല്ല. കാരണം സഹോദരന്മാരെ പോലെ തന്നെ അവർക്കും വിദ്യാഭ്യാസമുണ്ട്, സഹോദരന്മാരെ പോലെ തന്നെ അവർക്കും വിവരമുണ്ട്, സഹോദരന്മാരെ പോലെ തന്നെ അവരും ബൈബിൾ പഠിക്കുന്നുണ്ട്, സഹോദരന്മാരെ പോലെ തന്നെ അവരും കഴിക്കുന്നുണ്ട്, സഹോദരന്മാരെ പോലെ തന്നെ അവരും ഫിറ്റ്നസിന് പോകുന്നുണ്ട്. അപ്പൊ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സഹോദരിമാരിലുമുണ്ട്. അവരും ഫിറ്റ്നസിന് കാശ് കൊടുത്ത് പോകുന്ന കാലമാണ്. അപ്പൊ അതുകൊണ്ട് കീഴടക്കൽ എന്ന കൺസെപ്റ്റ് റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് സഹോദരിമാരെ നമുക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലമല്ല ഈ കാലം. എന്നാൽ ക്രിസ്തു പിതാവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ, സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ ഭാര്യയുടെ തലയാക്കി, ആ ഭവനത്തിന്റെ നാഥനാക്കി കർത്താവ് വച്ചിരിക്കുന്നിടത്തോളം കാലം കർത്താവിന് ഉചിതമാം വിധം ആ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. പൗലോസ് പറയുമ്പോൾ വളരെ കോൺഷ്യസ് ആയിട്ടാണ് പറയുന്നത്. ഉപയോഗിക്കുന്ന വേർഡുകൾ വളരെ ക്ലിയർ ആയിട്ടാണ്. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവൻ എന്ന് പറയുന്നതിന്റെ കൂടെ പൗലോസ് ഒരു സേഫ് സൈഡ് എടുത്തു, ഒരു വളരെ നല്ല സൈഡ്. എന്താ സൈഡ് എന്നറിയാമോ? അതിന്റെ കൂടെ ഒരു വേർഡ് ചേർത്തു. എന്താണെന്നറിയാമോ? കർത്താവിന് ഉചിതമാവണ്ണം. സഹോദരിമാരെ, ഭർത്താക്കന്മാർക്ക് എല്ലാത്തിലും കീഴടങ്ങണം, എല്ലാ രീതിക്കും കീഴടങ്ങണം എന്നല്ല ദൈവവചനം പഠിപ്പിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാം, ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു കാര്യമാണ് ഭർത്താവ് പറയുന്നതെങ്കിൽ, നിങ്ങളുടെ സ്വർഗരാജ്യം തടയുന്ന ഒരു കാര്യമാണ് ഭർത്താവ് പറയുന്നതെങ്കിൽ, നിങ്ങൾ കർത്താവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്ന ഒരു കാര്യമാണ് ഭർത്താവ് പറയുന്നതെങ്കിൽ, അതിന് കീഴടങ്ങി അനുസരിപ്പാനല്ല ദൈവവചനം പഠിപ്പിക്കുന്നത്. ഒരു കിടക്കയിൽ കിടക്കുന്നവർ പോലും കർത്താവിന്റെ വരവെങ്കിൽ ഒരാൾ എടുക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം ക്ലിയറായി പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം
കർത്താവിന്റെ വരവെങ്കിൽ